അറിയാമല്ലോ, തെക്കേച്ചിറ ചുണ്ടൻവള്ളത്തിന്റെ ഇവിടെ ക്യാപ്റ്റനാണ് അദ്ദേഹം. അവരാണ് ഇവിടെ വരുന്നതെങ്കിൽ 3-4 പൈപ്പ് വെള്ളങ്ങൾ ഒരേ രീതിയിൽ ഒരേ താളത്തില് അമ്പലക്കടവും ജയിച്ചോട്ടും ഉദയംപറമ്പനും ബംഗാളിയും തമ്മിൽ എന്നുള്ള മത്സരമാണ്. ഇവത്തിൽ അമ്പലക്കടമ്പനും ബംഗാളിയും ഒന്നിലും നാട്ടിലും വീറുള്ള മത്സരങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഒരു ഇടവേള പോലെ കാത്തുനിന്ന ജനങ്ങൾ ഒരു ആരവങ്ങൾ മുഴക്കി ആർപ്പ് വിളി വിളിച്ച് അവരെ സ്വീകരിക്കുകയാണ്. സെക്കൻഡിൽ 1.6 തുഴയിടാൻ കഴിവുള്ള കേരളത്തിലെ തന്നെ ആലപ്പുഴ ജില്ല കോട്ടയം ജില്ലയിലെ കരുത്തന്മാരുടെ ഇന്ദ്രജാല പ്രകടനം തുഴകൊണ്ട പനമ്പുഴ കൊണ്ടുള്ള അത്യാവശ്യം മെയ്വഴക്കം കൊണ്ട് കൊത്തിവെച്ച മലപ്പാവങ്ങളെ പോലെ നീറ്റിക്കൊത്തി ആഞ്ഞു വലിച്ച് ഇന്ദ്രജാലം കാഴ്ചവെച്ചുകൊണ്ട് 4 വെപ്പുവള്ളങ്ങൾ അമ്പലക്കടവിലും ജയിച്ചോട്ടും ഉദയംപറമ്പിലും ബംഗാളിയും കൊണ്ടുള്ള മത്സരമാണ്. ഒന്നാം ട്രാക്കിലെ അമ്പലക്കടവൻ വ്യക്തമായ നേടിയോ അത് ജയിച്ചോട്ട് രണ്ടാമതെത്തുന്നു. അതോ മൂന്നാമത്തെ ട്രാക്കിൽ ഉദയംപറമ്പൻ അല്പം മുന്നോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ 4ാം ട്രാക്കിലൂടെ ബംഗാളി വരുമ്പോൾ ചെറിയ സ്വന്തം വെള്ളങ്ങൾ വേണം. തലയെടുപ്പുള്ള ജലരാജാക്കന്മാരാണെങ്കിൽ മുന്നിലൊരു തലയൊന്ന് മടക്കി വെക്കുന്നതേ ഉള്ളൂ. അത് മാത്രമാണ് സ്വന്തം വെള്ളങ്ങളെ ചെല്ലുന്ന വ്യത്യാസം. പക്ഷേ ശേഖരയുടെ കാര്യത്തിൽ 100 തുളസിക്കാർ പറയുന്ന സ്വന്തം വെള്ളങ്ങൾക്കൊപ്പം തന്നെ അവരും കുതിപ്പത്തും 55 തുളസിക്കാരുണ്ടെങ്കിൽ 4 സെക്കൻഡ് കൊണ്ടെത്തുന്ന സ്വന്തം വെള്ളങ്ങൾക്കൊപ്പം 5 മിനിറ്റ് 2 സെക്കൻഡ് കൊണ്ടെത്താൻ കഴിവുള്ള പ്രാപ്തിയുള്ള കെൽപ്പുള്ള അവർ, അതായത് മാമകേശ്വരൻ ശില്പി സ്വന്തം വെള്ളങ്ങൾ ഇന്നൽ ഏറ്റവും അറിയപ്പെടുന്ന ശില്പി മാമകേശ്വരൻ പറഞ്ഞത് ഇത് ചത്തറടിയല്ല, ഇതിന് ജീവൻ വാർന്നു വയ്ക്കാതെ വെള്ളത്തിൽ വെച്ചാൽ കരുനാഗങ്ങളെ പോലെ പായുമെങ്കിൽ അത് കുട്ടനാട്ടുകാരന്റെ ആത്മാവ് അവരിലേക്ക് ജീവനായി പകർന്നു വയ്ക്കുമ്പോഴാണ് ഈ ചുണ്ടൻ വള്ളങ്ങൾ കളിവള്ളങ്ങളായി മാറി ഈ കുഞ്ഞുടക്കാരിലും കുളങ്ങുന്നതും താഴത്തങ്ങാടിയിലും ചമ്പക്കുളത്തും കോട്ടപ്പുറത്തും കൊല്ലത്തും കല്ലറ്റിയിലും കല്ലടയിലുമൊക്കെ കളിവള്ളങ്ങളായി പായുന്നത് കുട്ടനാട്ടുകാരന്റെ വള്ളങ്ങളെ